ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. വിടാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ക്രീപ്പർ ഒന്ന് കേൾക്ക്. നീ ഇനി എന്തൊക്കെ പറഞ്ഞെന്നെ ഹേർട്ട് ചെയ്താലും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഈ തല്ലിപ്പൊളി. അവളുടെ മിഴികളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച അർജുനത് പറയുമ്പോൾ മാള് ഞെട്ടലോട് അവൻ ഉറ്റുനോക്കി. പുറകിൽ നിന്നുള്ള മാധവിൻ്റെ ആസ്ഥാനത്തെ ചുമ കേട്ടാണ് അവരുടെ ഇടഞ്ഞ മിഴികൾ തമ്മിൽ അകലുന്നത്. മാളൊരു വല്ലായ്മയോടെ തിരിഞ്ഞു നടക്കുമ്പോൾ മായവും ആൾക്ക് പുറകെ വെച്ച് പിടിച്ചു. മിസ്റ്റർ സിൽമാനടൻ, എന്താണ് മോനെ? പ്രേമ വൃദ്ധനെ പോലും 16-കാരനാക്കുമെന്ന് പറയുന്നത് പോലെ നിന്നിലും മാളവിക എന്ന പ്രണയം പല മാതൃകയും നിന്നിൽ കാട്ടുന്നെന്ന് തോന്നുന്നു. ഇരുപുരികവും ഉയർത്തിക്കൊണ്ടുള്ള മാധവിൻ്റെ ആ ചോദ്യത്തിൽ അർജുൻ ഗൗരവത്തോട് അവനെ നോക്കി. നീ എന്തൊക്കെ ഫൂളിഷ്നെസ്സാണ് ഈ പറയുന്നത്? പ്രണയമോ? ആരോട്? അർജുൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ മാധവൊന്ന് പതറി. നീ എന്താ അർജുൻ, എന്നെ കളിപ്പിക്കുവാണോ? നിന്റെ സംസാരം കേട്ടതൊന്നും നിനക്ക് മാളവികയോട് ഒന്നുമില്ലെന്ന്. അത് പറയുമ്പോൾ മാധവിൻ്റെ കണ്ണുകൾ പൂർണ്ണമായും അർജുനിലായിരുന്നു. അതിന് പ്രണയം എന്ന് പറയാൻ കഴിയൂ? ഇഷ്ടം പേരെടുത്ത് പറയാൻ കഴിയാത്തൊരു തരം വല്ലാത്ത അനുഭൂതി. എപ്പോഴും അവൾ കൂടെ വേണമെന്നൊരാഗ്രഹം. എന്നെക്കുറിച്ച് മാത്രം അവൾ ചിന്തിക്കണം എന്നൊരു ഉൾവാശി. അറിയില്ല അതിനെന്ത് പറഞ്ഞ് വിളിക്കണമെന്ന്. ഒരുപക്ഷെ നീ പറഞ്ഞ പ്രണയം എനിക്ക് അവളോട് ഇനി തോന്നിയേക്കാം. അവളെക്കുറിച്ചുള്ള ഓരോ വാക്കുകളിലും അവൻ വാചാലമാകുകയായിരുന്നു. എടാ മോനെ, നീ സിനിമയിൽ അഭിനയിക്ക്, പക്ഷേ ആ അഭിനയം എൻ്റെ അടുത്ത് എടുക്കാതെ. ഈ ഉള്ളു മുഴുവൻ നീ കുറച്ച് മുന്നേ പറഞ്ഞ തല്ലിപ്പുള്ളിയാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. പിന്നെ എന്തിനാടാ ഈ എസ്? മാധവിൽ തീർത്തും പുച്ഛമായിരുന്നു. അതിന് മറുപടി പറയാതെ അർജുൻ ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു. ഹാളിലിരുന്ന അച്ഛനോടും അമ്മയോടും നേരിയ തോതിലൊന്ന് സംസാരിച്ചെന്ന് വരുത്തിക്കൊണ്ട് മാള് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ആകമൊത്തൊരു വെപ്രാളമായിരുന്ന അവളിൽ പുറത്തേക്ക് കുതിക്കാൻ നിൽക്കുന്ന പുഞ്ചിരി ചുണ്ടുകളിൽ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് അവൾ ഡോർ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും മുന്നേ അർജുൻ അകത്തേക്ക് കയറിയിരുന്നു. പെട്ടെന്നായതിനാൽ മാള് ഞെട്ടി രണ്ടടി പിറകിലേക്ക് മാറി. എന്താ? ഏയ് നത്തിങ്. കൂളായി അത് പറഞ്ഞ് അർജുൻ ബെഡിൽ പോയി ഇരിക്കുമ്പോൾ മാള് ആകെ ഒന്ന് ചുറ്റിപ്പോയി. ഈ കൊടുവള്ളി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സാരി മാറ്റാനാണ്? ഇനി ബാത്റൂം തന്നെ ശരണം. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മാള് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ പിൻസാരി തലപ്പിലായി അർജുനെ പേടി വീണു. പിടപൊടവൾ തിരിഞ്ഞു നോക്കും മുന്നേ അർജുൻ അതിൽ പിടിച്ചൊന്ന് വലിക്കുമ്പോൾ അവൾ മറിഞ്ഞു തിരിഞ്ഞ് ബെഡിലേക്ക് വീണു. ഉടനടി അവൾക്ക് മുകളിലായി അവനും. അവളുടെ ശ്വാസം പിടിപ്പൊന്ന് ഉയർന്നു. കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിൽക്കുമ്പോൾ ഒപ്പിയെടുത്തത് ആ കണ്ണുകളിലെ ഭാവമായിരുന്നു. വല്ലാത്തൊരു വശ്യതയാൽ തിളങ്ങുകയായിരുന്നു ആ മിഴികൾ. അർജുൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ആ മുഖമാകുന്ന ഓട്ടപ്രദക്ഷിണം നടത്തുന്നതിനൊപ്പം മാളവിൻ്റെ വലത് കൈ പിടിച്ച് ബെഡിലേക്ക് അമർത്തി പിടിച്ച് അവൾക്ക് മുകളിലായി വന്നു. മാളവിന് തൻ്റെ തൊണ്ടയാകെ വറ്റി വരളുന്നത് പോലെ തോന്നി. എങ്കിലും കണ്ണുകൾ അണിവിട പോലും അവനിൽ നിന്ന് ചലിച്ചില്ല. മൗനം അവർക്കിടയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന നിശ്വാസങ്ങൾ മാത്രം ബാക്കിയായി. കണ്ണുകൾ തമ്മിലിടഞ്ഞു, ചുണ്ടുകൾ വിറവുകൊണ്ടു. സ്വതന്ത്രമായ മറുകൈ കൊണ്ട് അർജുൻ അവളുടെ ക്രാബ് ചെയ്തിട്ടിരുന്ന തലമുടി അടിച്ച് മുകളിലേക്ക് വിടർത്തുമ്പോൾ അവളുടെ മുടിയിഴകളാകെ ആ ബെഡിൽ പടർന്നമർന്നു. മയിൽ തൻ്റെ പീലി വിടർത്തി ആടിയതുപോലെ അവൾക്ക് ചുറ്റും അവൻ നിറഞ്ഞു. കണ്ണുകൾ അവളുടെ മുഖത്തു നിന്ന് മാറാതെ തന്നെ അർജുൻ അവളുടെ കാതിലെ കമ്മൽ കൂടെ അടിച്ചെടുത്തു. താൻ അണിയിച്ച മഞ്ഞച്ചെടിലെ താലിമാല അവളുടെ സാരിക്കുള്ളിലെ മാറിലെ ചൂടിൽ നിന്നും അകറ്റി മാറ്റി പുറത്തേക്കിട്ടുകൊണ്ട് ആ നെറ്റിയിലെ പൊട്ടുകൂടെ അവനെ എടുത്തു മാറ്റി. എങ്കിലും പാതിമാഞ്ഞ കളപ്പക്കുറിയും സീമന്തരേഖയിൽ അവൻ്റെ പേരിനാലുള്ള സിന്ദൂരവും അപ്പോഴും തിളങ്ങി നിന്നിരുന്നു. ശേഷം അവളുടെ സാരിയിലെ പിൻകൂടെ അവൻ അടിച്ചു മാറ്റുമ്പോൾ മാളൊന്ന് പിടഞ്ഞുപോയി. ഒരു വേള ആ മാരടങ്ങളൊന്ന് ഉയർന്നു പോയി. എന്നാൽ അർജുൻ്റെ കണ്ണുകൾ അവയിൽ പതിഞ്ഞെന്ന് മാത്രം. കൈകളിൽ കുലുങ്ങി ചിരിച്ചു കിടന്ന കുപ്പിവളകൾ ബെഡിൽ അടിഞ്ഞു പോന്നു. അപ്പോഴും അവളിൽ നിസ്സംഗതിയായിരുന്നു എന്തിനോ വേണ്ടി. അർജുൻ്റെ കണ്ണുകൾ അവളെ സകുനം വീക്ഷിക്കുമ്പോൾ ആ മിഴികൾ വല്ലാതെ ഒന്ന് വികസിച്ചു. നിന്നിലെ ഭംഗി ഇരട്ടിക്കാൻ ഈ ചമയങ്ങളുടെ ഒന്നും ആവശ്യമില്ല മാളവിക. നിന്നിലെ നീ തന്നെ എനിക്ക് സുന്ദരിയാണ്, എൻ്റെ കണ്ണുകളിൽ അതീവ സുന്ദരി. അവനിൽ നിന്നും മുതിർന്നു വീണ വാക്കുകൾ അവൾ ഹൃദയത്തിലൊന്നാഴ്ന്നു. എന്നിൽ നിന്നും നീ എന്തിനിങ്ങനെ ഓടി ഒളിക്കണം? മാളവിക ഇനിയെന്നും ഈ അർജുൻ്റേതാണ്, അർജുൻ്റേത് മാത്രം. വാക്കുകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് അത് പ്രാവർത്തികമാക്കേണ്ടത്. നിനക്ക് കഴിയില്ലേ അതിന് ഈ അർജുൻ്റേതാവാൻ? ഉത്തരത്തിന് വേണ്ടിയുള്ള ആ ചോദ്യമായിരുന്നു അവൻ്റേത്. കണ്ണുകൾ അവളുടെ മറുപടിക്കായി കാക്കുമ്പോൾ അവളൊന്ന് നിശബ്ദമായി. എന്നാൽ ഉള്ളിലൊരു കടൽ തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു. സമയം എല്ലാം നീങ്ങുന്നതിനൊപ്പം അവനിലെ ഭാവങ്ങൾ മാറവേ അർജുൻ അവളിൽ നിന്ന് അകന്നു മാറാൻ ഒരുങ്ങുമ്പോൾ മാളവിൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടുത്തം വിട്ടു. പെട്ടെന്നായതിനാൽ അർജുൻ ഒന്ന് അവളിലേക്ക് ആഞ്ഞിപ്പോയി. ബട്ടണുകൾ പൊട്ടി ഷർട്ട് ഇരു സൈഡിലേക്ക് നീങ്ങുന്നതിനൊപ്പം
മുഖങ്ങൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് വ്യത്യാസം മാത്രം. തുറന്നു കിടക്കുന്ന ജനൽ വഴി വീശിയടിക്കുന്ന ഇളങ്കാറ്റ് കാർട്ടനുകൾ കടന്ന് അവരിലേക്ക് ഒരു ഇളന്തണുപ്പ് പടർത്തി. കാറ്റിനൊപ്പം മഴച്ചാറൽ കൂടെ അകത്തേക്ക് ചിന്നുമ്പോൾ അവളുടെ മുഖത്തേക്ക് അവ സ്ഥാനം പിടിച്ച് തെളിഞ്ഞു. മാളുവിൻ്റെ കൈകൾ അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുമ്പോൾ അർജുൻ്റെ മുഖം അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ മുഖത്തിന് സമാന്തരമായി അവൻ്റെ മുഖം എത്തി നിൽക്കുമ്പോൾ അവളുടെ ആദരങ്ങളൊന്ന് വിറകൊണ്ടു. അർജുൻ്റെ കണ്ണുകൾ മിഴിവോടെ തൊപ്പിയെടുക്കും മുന്നേ അവൾ മുഖമൊന്ന് ഉയർത്തി അവനെ വിരുന്നേറ്റിയിൽ പതിപ്പിച്ചു. ഇരുമിഴികളും മെല്ലെ അടഞ്ഞുപോയി. അവൻ്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ അമരുമ്പോൾ മാളുവിൻ്റെ കണ്ണുകളുടെയും കൈകളുടെയും മുറുക്കം കൂടി. വേഗത്തിൽ ആദരങ്ങൾ അകന്ന് മാറുക കൂടെ ചെയ്തു. വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാനൊന്നും എനിക്കറിയില്ല. മനസ്സുറക്കേണ്ട സമയം ഇതാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി പറയാതെ വയ്യ. പ്രണയമായിരുന്നു മാളവികയ്ക്ക് അർജുൻ വസിഷ്ഠിയോട്. തിരിച്ചു കിട്ടുന്ന സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത പ്രണയം. വിറച്ച് ആ ചൊടികൾ മൊഴിയുമ്പോൾ അർജുൻ്റെ കണ്ണുകൾ പൂർവാധിക ശക്തമായി ഒന്ന് വിടർന്നു. കാതുകളിൽ അവളുടെ വാക്കുകൾ തുളഞ്ഞു കയറി. നിങ്ങളെ നേരിൽ കാണും മുന്നേ പ്രണയിച്ച് തുടങ്ങിയതാ ഞാൻ. ആദ്യമൊക്കെ എല്ലാവരെയും പോലെ ഒരു ആരാധന മാത്രമായിരുന്നു എന്നിനും. പക്ഷേ എപ്പോഴാണ് അതിൻ്റെ തലങ്ങൾ മാറി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. കെട്ടിൽ നിന്ന് 100% അടിയുറച്ച് വിശ്വസിച്ചവളാണ് ഞാൻ. ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്ന യൂത്ത് സ്റ്റാറിനെ മോഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളിൽ ഒരാൾ മാത്രമാണ് ഞാനെന്ന തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സ്വയം ക്രഷി എന്നൊരു പേര് ഞാൻ നിങ്ങൾക്ക് ചാർത്തി തന്നു. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ മോഹിക്കാനുള്ള യോഗ്യതയൊന്നും മാളവികയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പൂട്ടി ഞാൻ എൻ്റെ പ്രണയം. എങ്കിലും ആരോരും അറിയാതെ മറ്റൊരുവൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീഴും. ബാക്കി പറയും മുന്നേ അർജുൻ്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു. അർജുൻ്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളെ മെല്ലെ ഒന്ന് നുണയുമ്പോൾ മാളവനെ ഞെട്ടിലൂടെ തള്ളി മാറ്റാനൊരു ശ്രമം നടത്തി. എങ്കിലും അവളുടെ ഇരു കൈകളും ബെഡിലേക്ക് അമർത്തി ആ തടസ്സം മാറ്റിയെടുത്തവൻ. അവളുടെ ഇളം ചുണ്ടുകളുടെ മൃദുലതയിൽ അവൻ അലിഞ്ഞില്ലാതാകുമ്പോൾ അവനെപ്പോഴും വല്ലാത്ത ഞെട്ടലിൽ തന്നെയായിരുന്നു. അർജുൻ അവളുടെ ഇടത് കൈ സ്വതന്ത്രമാക്കിക്കൊണ്ട് ആ ഇടുപ്പിലെ സാരി വകഞ്ഞു മാറ്റി അവിടെയൊന്ന് തഴുകുമ്പോൾ മാള് പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ കൈയമർത്തി. അതോടൊപ്പം അവൻ്റെ ചുണ്ടുകളുടെ മാന്ത്രികതയിൽ അവളുടെ കണ്ണുകൾ മെല്ലെ കൂമ്പി അടയുമ്പോൾ തന്നെ അർജുൻ തന്നെ കണ്ണുകൾ തുറന്ന് അവളൊന്ന് നോക്കി. തനിക്ക് വിധിയായി കിടക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങുമ്പോൾ ചുണ്ടുകൾ അവളെ കൂടുതൽ തഴുകി ഉണർത്തി. ഈ ചുണ്ടും മേൽചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞെടുക്കുമ്പോൾ അവൾ വല്ലാതെ പിറക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി അറിയുന്ന ആ പുതുഭാവത്തിൽ പലതരം വികാരങ്ങൾ അവളിൽ വന്നു നിറഞ്ഞു. ദീർഘനേരം നീണ്ടുനിന്ന ചുംബനം അവളുടെ ചുണ്ടിൽ നിന്ന് നാവിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ ഇരുവരുടെയും ഉമിനീരുകൾ പരസ്പരം ഒന്നായി ഒഴുകി. അവയെപ്പോലും അർജുന് വലിച്ചെടുക്കുമ്പോൾ അവന് കീഴിൽ കിടന്നുരുകുകയായിരുന്നു മാളു. അവനിൽ നിന്നും വരുന്ന ഓരോ പുതുഭാവവും അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അവനെ തള്ളിമാറ്റാൻ മനസ്സ് പറയുമ്പോഴും ശരീരം അവന് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നത് പോലെ നിശ്ചലമായി പോയവ. ശ്വാസത്തിനായി അവളൊന്ന് പിടയുമ്പോൾ അർജുൻ അവളെ കീച്ചുണ്ട് മെല്ലെ ഒന്ന് കടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. കിടന്ന കിടപ്പിൽ അവളൊന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ അർജുൻ തൻ്റെ ശരീരം അവളിലേക്ക് കൂടുതൽ അമർത്തി. ഇടുപ്പിലിരുന്ന കൈ അവിടെ അമർത്തിക്കൊണ്ട് അവളെ ബെഡിലേക്ക് തന്നെ കിടത്തിയവൻ. അവളിൽ നിന്നും വമിക്കുന്ന ഗന്ധം മെല്ലെ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഇടങ്കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കിയവൻ. കണ്ണുകൾ രണ്ടും മുറുകിയടച്ച് വിറകൊള്ളുന്ന ചുണ്ടുകളോടെ നേരിയ ഭയത്തോടെ കിടക്കുന്നവളെ കണ്ട് അവൻ അതിയായ വാത്സല്യം രൂപപ്പെട്ടു. അതേ വാത്സല്യത്തോടെ അവളുടെ അടഞ്ഞ കൺബോർഡുകളിൽ അവൻ മെല്ലെ ചുണ്ടമർത്തുമ്പോൾ വല്ലാത്തൊരു ഭാവം തന്നിൽ നിറയുന്നതായി തോന്നിയവന്. സ്ത്രീയെ പ്രണയിച്ചപ്പോൾ പോലും തന്നിൽ നിറയാത്ത, തന്നെ പൂർണ്ണമായും അടിമപ്പെടുത്തുന്ന ലഹരി. കണ്ണിൽ പതിഞ്ഞ അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പിൽ മാളും മിഴികൾ മെല്ലെ തുറക്കുമ്പോൾ കണ്ടത് താൻ അതീവ പ്രണയത്തോടെ നോക്കുന്ന ആ മിഴികളെയാണ്. ഒരു ചെറിയ വിറയിൽ തന്നിൽ നിറയുന്നതോടൊപ്പം അവനെ നോക്കാൻ കഴിയാത്തതുപോലെ തോന്നിയവൾക്ക്. മാളവിക, ഞാൻ ശ്രീയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എൻ്റേത് മാത്രമാകുമെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യം ഞാൻ അവളിൽ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടേത് മാത്രമാകുന്ന നിമിഷങ്ങളിൽ ഞാൻ അവളെ ചുംബിച്ചിട്ടുമുണ്ട്, ഉണർന്നിട്ടുണ്ട്, ഒന്നിച്ച് കിടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവൾ എൻ്റേതാണെന്ന് ഉറപ്പിന്മേലാണ്. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ഓരോന്ന് പറയുമ്പോഴും ഒരു കുഞ്ഞു കുട്ടിയുടെ ലാഘവത്തോട് അവൾ അവനെ നോക്കിയിരുന്നു. എങ്കിലും ആ അവസാന വാചകങ്ങളിൽ അവളുടെ മിഴികൾ പരിഭവത്താൽ മെല്ലെ താഴ്ന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് അർജുൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു കയറി. ഇതൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അതിരെ വിട്ട് ഞങ്ങൾ അടുക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് തോന്നിയിട്ടില്ല. അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട്. അതിനേക്കാൾ ഉപരി അവൾ ചിലപ്പോൾ എനിക്ക് വേണ്ടി വഴങ്ങി തന്നേനെ പലതിലും. പക്ഷെ എന്തോ ഒരു ശക്തി അന്ന് എന്നെ തടഞ്ഞു നിർത്തി. അന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഞാനിപ്പോൾ തന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് തനിക്ക് തോന്നാം, പക്ഷെ പറയണമെന്ന് എനിക്ക് തോന്നി.
എല്ലാം പറഞ്ഞ് തെളിഞ്ഞ മനസ്സോട് എനിക്കെൻ്റെ ക്രീപ്പറിനെ സ്നേഹിക്കണം തോന്നി. അതുകൊണ്ട് മാത്രം. എന്തുകൊണ്ടോ ആ വാക്കുകൾ തൻ്റെ മനസ്സ് നിറയ്ക്കും പോലെ തോന്നി അവൾക്ക്. എങ്കിലും പുറത്തേക്ക് വരാൻ നിൽക്കുന്ന പുഞ്ചിരിയെ അവൾ തൻ്റെ ചുണ്ടുകളിൽ തന്നെ ഒളിപ്പിച്ചു. അപ്പോൾ കൊടുവളി എന്നെ സ്നേഹിക്കാൻ പോവാണോ? എന്തേ വേണ്ടേ? ചെറിയ കുറുമ്പൊളിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതിനവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഓക്കെ വെയിറ്റ്. അത് പറഞ്ഞവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. പുറകെ ഒരു അമ്പരപ്പോടെ അർജുനും. മാളവനം നോക്കിക്കൊണ്ട് ബെഡിൽ കയറി കാൽമുട്ട് മടക്കിയിരുന്നു. വാട്ട്? അവളുടെ ആ ഭാവങ്ങൾ കണ്ട് അവനിൽ സംശയഭാവമാണ്. കൊടുവള്ളിക്ക് എന്നെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പം നമ്മുടെ ഡിഫറെൻ്റ് വേവനറ്റാണോ അതോ സെയിം ആണോ തിരിച്ചറിയാൻ എനിക്കൊരാഗ്രഹം. കാരണം വേറൊന്നുമല്ല, ഞാൻ വിവാഹം കഴിക്കുന്ന ആളെ ജീവിതാവസാനം വരെ, അതായത് എൻ്റെ മനം വരെ പ്രണയിച്ചുകൊണ്ടിരിക്കണം എന്നെൻ്റെ ആഗ്രഹം. നമ്മുടേത് ഡിഫറെൻ്റ് വേവനറ്റാണെങ്കിൽ തീർന്നില്ലേ കഥ? സോ രണ്ടിലൊന്നും നമുക്കിപ്പോൾ ഡിസൈഡ് ചെയ്യാം. ഞാൻ അർജുൻ സാറിനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കറക്റ്റ് ആൻസർ തന്ന ഒരു കള്ളച്ചിരിയോട് അർജുനൻ ചോദിക്കുമ്പോൾ മാൾ അവനിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു. തന്ന ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ ഷുവർ, താൻ ചോദിക്ക്, ഞാൻ ആൻസർ ചെയ്യാം. അർജുൻ രണ്ടും കൽപ്പിച്ച് അവൾക്ക് മുന്നിലായി കൈകെട്ടിയിരുന്നു. മാളവനെ നോക്കിക്കൊണ്ട് ഉള്ളാൽ പലതും ആലോചിച്ചെടുത്തു. ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്നേഹവും അത് പ്രകടിപ്പിക്കുന്ന രീതികളും വ്യത്യാസമാണ്. പെണ്ണിനെ അവളെ വേദനിപ്പിക്കുന്നവനെ പോലും സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ ആണുങ്ങൾക്ക് അതില്ലാത്തത് എന്തുകൊണ്ടാ? മനസ്സിൽ പെട്ടെന്ന് വന്ന് വെറും ഒരു ചോദ്യം മാത്രമായിരുന്നു അവൾക്കത്. എന്നാൽ അത് കേൾക്കി അർജുൻ ഗൗരവത്തോടെ അവളൊന്ന് നോക്കി. എന്തെങ്ങനെ നോക്കണേ? അല്ല, ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. താൻ എപ്പോഴെങ്കിലും ഒരു ആണിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ കേൾക്കാൻ നിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ മാളു ശരിക്കൊന്ന് പതറി. ഇല്ലല്ലേ? ഐ നോ, താനെന്നല്ല ഒരു പെണ്ണും ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതൊരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്കല്ല. നിങ്ങൾക്കെന്നും പ്രയോറിറ്റി നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രമാണ്. അവിടെ ഞങ്ങൾക്കോ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കോ ന്യായങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വാല്യൂ ഇല്ല. മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയില്ല. ഇനി താൻ കുറച്ചു മുന്നേ ചോദിച്ച ചോദ്യത്തിന് ആൻസർ. പെണ്ണിന് മാത്രമല്ല ആണിനും കഴിയും അവനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന പെണ്ണിനെ സ്നേഹിക്കാൻ. ബട്ട് രണ്ടും തമ്മിലൊരു ഡിഫറൻ്റ് ഉണ്ടെന്ന് മാത്രം. നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്യുന്നത് ഞങ്ങൾ അറിയാതെ ചെയ്യുന്നത് മാത്രം. നിങ്ങൾ കണ്ണീരോടെ ചെയ്യുന്നത് ഞങ്ങൾ ദേഷ്യത്തിൻ്റെ മുഖംമൂടിയിൽ ചെയ്യുന്നത് മാത്രം. അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൾ കണ്ണും മിഴിച്ചിരുന്നു പോയി. അർജുൻ അവൾക്ക് മുന്നിൽ വിരഞ്ഞൊടിക്കുമ്പോൾ അവളൊരു ഞെട്ടിലോട് അവനെ നോക്കി. എന്തേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലേ? നേരിയൊരു പരിഹാസം കലർന്നിരുന്നു അവൻ്റെ ആ ചോദ്യത്തിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് മാളൊന്ന് ചുണ്ടുകൂട്ടി. ഓ, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫെയിലായി. ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മാള് ബെഡിൽ നിന്ന് എഴുന്നേറ്റതും അർജുൻ അവളുടെ കൈകളിൽ പിടുത്തം വിട്ടു. ഒരു വലി കൂടി ആയതും മാൾ അവൻ്റെ മടിയിലായി വന്ന് സ്ഥാനം പിടിച്ചു. എന്താ? ഞെട്ടിലൂടെ അവൾ ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കും മുന്നേ അർജുൻ ഇരു കൈയാലും അവളുടെ ഇടുപ്പിൽ അമർത്തി തൻ്റെ മടിയിലേക്ക് തന്നെ ഇരുത്തി. മിസ് മാളവിക അർജുൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ അവസാനിച്ച സ്ഥിതിക്ക് ഇനി ഞാനൊരു കാര്യം പറയാം. അത് പറഞ്ഞ് അർജുൻ അവളുടെ സാരിക്കുള്ളിലെ മാറിൽ പറ്റിക്കിടന്ന താലിയെടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇത് കിട്ടിയത് ഈ അർജുൻ ആണെങ്കിൽ, ഞാൻ നിന്റെ കൊടുവള്ളിയാണെങ്കിൽ നീ അർജുൻ്റെ പെണ്ണ. പഴയ തല്ലുപിടുത്തവും എന്നോടുള്ള നിന്റെ ബിഹേവ് ഒന്നും മാറ്റാൻ ഞാൻ പറയില്ല. എനിക്കിഷ്ടവും വേണ്ടതും അത് തന്നെയാണ്. ബട്ട് ഇനി നിന്റെ നേർക്കുള്ള എൻ്റെ പെരുമാറ്റം ഈ രീതിയിലാവില്ലെന്ന് മാത്രമല്ല, എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ നിന്നെ തൊടുകയും തലോടുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ. യു നോ ഐ ആം യുവർ ഹസ്ബൻഡ്. ഇത്തരം കാര്യങ്ങളിൽ ലിമിറ്റേഷൻ വെക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നമുക്കിടയിൽ അതുള്ള സ്ഥിതിക്ക്. അവളെ തന്നെ നോക്കി ഭാവഭേദമില്ലാതെ അർജുൻ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ മാളുവിൽ വല്ലാത്തൊരു ഞെട്ടിലായിരുന്നു. തന്നെ തന്നെ നോക്കിയിരിക്കുന്നതല്ലാതെ അവളൊന്നും മിണ്ടില്ലെന്ന് കണ്ട അർജുൻ അവളുടെ ഇടുപ്പിൽ മെല്ലെ ഒന്ന് തലോടി. മാള് വിറച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ തടസ്സം തീർത്തു. ആ കണ്ണുകൾ പിടയുന്നതും ചുണ്ടുകൾ വിറക്കുന്നതും അർജുൻ ഒരു കൗതുകത്തോടെ വിടർന്ന കണ്ണുകളോടെ വീക്ഷിച്ചു. എന്താ വിടണോ? അവൻ്റെ ആ ചോദ്യത്തിന് അവൾ പ്രതീക്ഷയോടെ വേണമെന്ന രീതിയിൽ തലയാട്ടുമ്പോൾ അർജുൻ അവളിൽ നിന്നും മെല്ലെ കൈയടിച്ചു. ആ നേരം കൊണ്ട് മാൾ അവനിൽ നിന്നും ചാടി എഴുന്നേറ്റ് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. പുറമേ കാണുന്ന ഈ കണ്ണുരുട്ടലും ഡയലോഗും അടിയും മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനൊന്ന് അടുത്ത് നിന്ന് അവിടെ തീർന്നുമില്ല. അവളിലേക്ക് ചേർന്ന് കുറുമ്പോട് അവൻ പറയുമ്പോൾ മാള് ചമ്മിക്കൊണ്ട് കണ്ണുകളടിച്ചു. പെട്ടെന്ന് തൻ്റെ ചെവിക്കരികിലായി ഒരു നിശ്വാസം പതിയുമ്പോൾ അവളൊന്ന് പിടഞ്ഞു. നിന്ന് വിറക്കാതെ ഡ്രസ് ചേഞ്ച് ചെയ്ത് വാ, ബാക്കി രാത്രി.
അവസാന വാചകം അവളുടെ കാതിൽ ചുണ്ടുരസിക്കൊണ്ട് മെല്ലെ മൊഴിയുമ്പോൾ മാളു നിന്ന് വീർക്കുകയായിരുന്നു. അവളെ നിന്ന് നോക്കിക്കൊണ്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മാളു അതേ നിൽപ്പായിരുന്നു.